2014 മാർച്ച് 13 29കാരനായ പാവൽ ദുറോവ് തൻ്റെ മേശപ്പുറത്തിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ആ അന്ത്യശാസനത്തിലേക്ക് ഉറ്റുനോക്കുകയാണ്. ഉക്രൈനിയൻ പ്രക്ഷോഭകാരികളുടെ സ്വകാര്യ വിവരങ്ങൾ ഉടൻ കൈമാറാം. ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് തീവ്രവാദികളായിരുന്നില്ല. പ്രക്ഷോഭകാരികൾക്ക് ഭക്ഷണവും മരുന്നും എത്തിച്ചു നൽകുന്ന 19 വയസ്സുള്ള ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ പേര് അതിലുണ്ടായിരുന്നു. വാർത്തകൾ വിവർത്തനം ചെയ്യുന്ന സാധാരണ വിദ്യാർത്ഥികളായിരുന്നു അവർ. ആ വിവരങ്ങൾ കൈമാറിയാൽ എന്ത് സംഭവിക്കുമെന്ന് ദുറോവിന് കൃത്യമായി അറിയാം. അവരെല്ലാം എന്നേക്കുമായി ഇരുട്ടറകളിൽ അപ്രത്യക്ഷമാകും. സാധാരണഗതിയിൽ ഏതൊരു കമ്പനി ഉടമയും ഭയം കൊണ്ട് ആ ഉത്തരവ് അനുസരിക്കും. പക്ഷേ ദുറോവ് തൻ്റെ ഫോൺ എടുത്തു, അതീവ രഹസ്യമായ ആ FSB ഉത്തരവിൻ്റെ ഫോട്ടോ എടുത്തു. എന്നിട്ടത് ലോകം മുഴുവൻ കാണുന്നതിനായി ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തു. ഒപ്പം 2 വരികളും: ഉക്രൈനിയൻ പൗരന്മാരുടെ മേൽ റഷ്യൻ നിയമം നടപ്പിലാക്കാൻ കഴിയില്ല. 60 സെക്കൻഡിനുള്ളിൽ 2 ലക്ഷം പേർ അത് ഷെയർ ചെയ്തു. മിനിറ്റുകൾക്കുള്ളിൽ നമ്പറില്ലാത്ത കറുത്ത കാറുകൾ അയാളുടെ കെട്ടിടത്തിന് ചുറ്റും വളർന്നു. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അയാളെ പുറത്താക്കാൻ വോട്ട് ചെയ്തു. ആയുധധാരികളായ സുരക്ഷാ ഉദ്യോഗസ്ഥർ അയാളെ സ്വന്തം ഓഫീസിൽ നിന്ന് വലിച്ചിഴച്ച് പുറത്താക്കി. ലോകത്തിലെ ഏറ്റവും വലിയ ഗവൺമെൻറ് സർവൈലൻസിന് നേരെ നടുവിരൽ ഉയർത്തിക്കാട്ടുകയാണ് ദുറോവ് ചെയ്തത്. $300 മില്യൺ മൂല്യമുള്ള സ്വന്തം കമ്പനി അയാൾക്ക് നഷ്ടമായി. വെറുമൊരു ബാഗുമായി അയാൾക്ക് റഷ്യയിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. 17 രാജ്യങ്ങളിൽ നിരോധിക്കപ്പെട്ടു. FSBയും CIA ഇന്റർപോൾ പോലും അയാളെ വേട്ടയാടി. എന്നിട്ടും അയാൾ നിർമ്മിച്ച ആപ്പ് തകർക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അത് ബ്ലോക്ക് ചെയ്യാൻ റഷ്യ $18 മില്യൺ ചെലവാക്കിയപ്പോൾ അവർ അബദ്ധത്തിൽ തകർത്തത് അവരുടെ തന്നെ ഇന്റർനെറ്റ് സംവിധാനങ്ങളെയാണ്. ഇന്ന് 100 കോടി ജനങ്ങൾക്ക് സ്വതന്ത്രമായി സംസാരിക്കാൻ അയാളുടെ സൃഷ്ടി ഉപയോഗിക്കുന്നു. ഭൂമിയിൽ എല്ലാ ഗവൺമെൻറ്റും അയാളെ തടയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ആർക്കും അയാളെ തൊടാൻ പോലും കഴിയുന്നില്ല. എങ്ങനെയാണ് ഒരു പ്രോഗ്രാമർ ലോകത്തെ എല്ലാ ഭരണകൂടങ്ങളെയും തോൽപ്പിച്ചത്? കഥ തുടങ്ങുന്നത് 2006 ഒക്ടോബർ 10 സെന്റ് പീറ്റേഴ്സ്ബർഗ് യൂണിവേഴ്സിറ്റിയിലെ മെലിഞ്ഞ ഒരു ഫിലോസഫി വിദ്യാർത്ഥി തുടർച്ചയായ 4ാം രാത്രിയിലും ഉറക്കമില്ലാതെ ഇരിക്കുകയാണ്. 22 വയസ്സുള്ള പാവൽ ദുറോവ് തൻ്റെ ഡോർമെറ്ററിയിൽ ഇരുന്ന് കോഡ് ചെയ്യുകയാണ്. അമേരിക്കയിൽ മാർക്ക് സക്കർബർഗ് കോളേജുകൾ കീഴടക്കുമ്പോൾ ദുറോവ് കിഴക്കിൻ്റെ സാധ്യതകൾ കാണുകയായിരുന്നു. പുലർച്ചെ 4:47 VK അഥവാ വി കോൺടാക്ട് നിലവിൽ വന്നു. VK ഒരു കാട്ടുതീ പോലെ റഷ്യൻ കോളേജുകളിൽ പടർന്നു. 2011 ആയപ്പോഴേക്കും 10 കോടി റഷ്യക്കാർ VKയിൽ ജീവിക്കാൻ തുടങ്ങി. 27 വയസ്സുള്ളപ്പോൾ ദുറോവിൻ്റെ ആസ്തി $260 മില്യൺ. മാധ്യമങ്ങൾ അയാളെ റഷ്യയുടെ സക്കർബർഗ് എന്ന് വിളിച്ചു. അയാൾ തിരുത്തി, സക്കർബർഗ് അമേരിക്കയുടെ ദുറോവാണ്. അയാൾ എന്നും ഒരേ കറുത്ത ടീഷർട്ട് ധരിച്ചു, കറുത്ത മെഴ്സിഡീസ് കുടിച്ചു, കറുത്ത ഫർണിച്ചറുകളുള്ള അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചു. എന്നാൽ 2011 ഡിസംബറിൽ എല്ലാം മാറിമറിഞ്ഞു. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കെതിരെ 3 ലക്ഷം റഷ്യക്കാർ തെരുവിലിറങ്ങി. ഈ പ്രതിഷേധങ്ങളെല്ലാം സംഘടിപ്പിക്കപ്പെട്ടത് VK ഗ്രൂപ്പുകളിലൂടെയായിരുന്നു. ക്രെംലിൻ ഭയന്നു വിറച്ചു. FSBയിലെ ഒരു കേണൽ ദുറോവിനെ നേരിട്ട് വിളിച്ചു. ഓഫീസിലേക്കല്ല, അയാളുടെ പേഴ്സണൽ നമ്പറിലേക്ക്. പ്രതിഷേധ ഗ്രൂപ്പുകൾ ഉടൻ പൂട്ടണം. ദുറോവ് ഫോൺ കട്ട് ചെയ്തു. കേണൽ വീണ്ടും വിളിച്ചു. ഇതൊരു അഭ്യർത്ഥനയല്ല, കൽപ്പനയാണ്. ദുറോവ് ആ നമ്പർ ബ്ലോക്ക് ചെയ്തു. ദിവസങ്ങൾക്കുള്ളിൽ വാറന്റ് ഇല്ലാതെ ആയുധധാരികളായ 3 ഏജന്റുമാർ അയാളുടെ വീട്ടിലെത്തി. വളരെ മാന്യമായി അവർ പറഞ്ഞു, പ്രതിഷേധക്കാർ VK ഉപയോഗിക്കുന്നു. ഇത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ്. സുസ്ഥിരതയാണ് പ്രധാനം. ദുറോവ് ആ സംഭാഷണം റെക്കോർഡ് ചെയ്തു. അന്ന് രാത്രി അത് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തു. ആ പോസ്റ്റിന് 10 ലക്ഷം ലൈക്കുകൾ ലഭിച്ചു. പക്ഷേ ലൈക്കുകൾക്ക് വരാനിരിക്കുന്ന ദുരന്തത്തെ തടയാൻ കഴിയില്ലെന്ന് ദുറോവ് അറിഞ്ഞില്ല. തനിക്കെതിരെ ഒരുങ്ങുന്ന കെണി ദുറോവ് കണ്ടില്ല. 2012 മെയ് 16 സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരത്തിൽ വിചിത്രമായൊരു സംഭവം നടന്നു. 5000 റൂബിൾ നോട്ടുകൾ, ഏകദേശം $150 പേപ്പർ വിമാനങ്ങളാക്കി ദുറോവ് തൻ്റെ ഓഫീസിലെ ജനലിലൂടെ താഴേക്ക് പറത്തി. ആകാശത്തു നിന്ന് പണം പെയ്യുന്നത് കണ്ട് ജനം അമ്പരന്നു. പിന്നെ അവിടെ ഒരു യുദ്ധം നടന്നു. പണം പിടിക്കാൻ ആളുകൾ പരസ്പരം ചവിട്ടിമെത്തിച്ചു. പണം കിട്ടാൻ വേണ്ടി ഒരു വയോധികയായ സ്ത്രീ ബിസിനസ്സുകാരനായ ഒരാളെ തള്ളി താഴെയിട്ടു. വിദ്യാർത്ഥികൾ മനുഷ്യ പിരമിഡുകൾ ഉണ്ടാക്കി വായുവിൽ വെച്ച് പണം പിടിക്കാൻ ശ്രമിച്ചു. പോലീസ് എത്തുമ്പോൾ കണ്ടത് ജനലിലൂടെ നിർവികാരനായി വീണ്ടും പണം പറത്തുന്ന
ദുറോവിനെയാണ്. 2 മിനിറ്റ് കൊണ്ട് $2000 വലിച്ചെറിഞ്ഞ് അയാൾ പറഞ്ഞു, പണം മനുഷ്യരെ സന്തോഷിപ്പിക്കുന്നുണ്ടോ എന്നറിയാൻ ഞാൻ നോക്കിയതാ, ഇല്ല, അത് അവരെ മൃഗങ്ങളാക്കുന്നു. ഈ സംഭവം ലോകമെമ്പാടും വൈറലായി. പക്ഷേ റഷ്യൻ ഗവൺമെന്റിന്റെ ഫയലുകളിൽ അയാളുടെ പേരിന് നേരെ ചുവന്ന മഷി വീണു. ആക്റ്റീവ് ത്രെറ്റ്, രാജ്യത്തിന് ഭീഷണി. ദുറോവ് ഉറങ്ങുമ്പോൾ അയാളുടെ കമ്പനി മറ്റുള്ളവർ തട്ടിയെടുക്കുകയായിരുന്നു. പുട്ടിന്റെ അടുത്ത സുഹൃത്തായ കോടീശ്വരൻ അലിഷേർ ഉസ്മാനോവ് ഷെൽ കമ്പനികളിലൂടെ VKയുടെ 52% ഓഹരികൾ സ്വന്തമാക്കി. ബോർഡ് റൂമിലെ അട്ടിമറിക്ക് അവർ $1.47 ബില്യൺ ചെലവാക്കി. ലാഭത്തിന് വേണ്ടിയല്ല, അധികാരത്തിന് വേണ്ടിയായിരുന്നു അത്. 2013 ഡിസംബർ 13 അർജന്റ് ഐസ് ഓൺലി എന്ന് രേഖപ്പെടുത്തിയ ഒരു FSB കത്ത് VK ആസ്ഥാനത്ത് എത്തി. ഉക്രൈൻ കത്തുകയായിരുന്നു. FSBക്ക് പേരുകൾ വേണം. കൃത്യമായി പറഞ്ഞാൽ ഉക്രൈനിലെ VK ഉപയോഗിക്കുന്ന 39 പേരുടെ വിവരങ്ങൾ, ഫോൺ നമ്പറുകൾ, വീട്ടുവിലാസം, സ്വകാര്യ മെസ്സേജുകൾ, IP ലോഗുകൾ വരെ. ഇതൊരു രാജ്യസുരക്ഷാ പ്രശ്നമാണ്, അനുസരിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് കത്തിൽ പറഞ്ഞിരുന്നു. ദുറോവ് ലാപ്ടോപ്പ് തുറന്നു, ആ കത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു. എന്നിട്ട് 2 വരികളോടെ അത് VKയിൽ പോസ്റ്റ് ചെയ്തു. ഉക്രൈനിയൻ പൗരന്മാരുടെ മേൽ റഷ്യൻ നിയമം നടപ്പിലാക്കാൻ കഴിയില്ല. 3 മണിക്കൂറിന് ശേഷം വക്കീൽ വിളിച്ചു. ആ പോസ്റ്റ് ഉടനെ ഡിലീറ്റ് ചെയ്യണം. എന്തിന്? കാരണം FSB ഇപ്പോൾ നിന്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വണ്ടിയെടുത്ത് വരികയാണ്. പക്ഷേ ദുറോവ് അത് ഡിലീറ്റ് ചെയ്തില്ല. പകരം അയാൾ ഒരു നായ ഹൂഡി ധരിച്ചു നിൽക്കുന്ന ചിത്രം ട്വീറ്റ് ചെയ്തു. ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു: യൂസർ ഡാറ്റ ചോദിച്ചു വരുന്നവർക്കുള്ള എൻ്റെ ഔദ്യോഗിക മറുപടി ഇതാണ്. അന്ന് രാത്രി ഒരു കറുത്ത BMW തൻ്റെ കാറിനെ പിന്തുടരുന്നത് അയാൾ കണ്ടു. അയാൾ കാർ വഴിതിരിച്ചു വിട്ടു. 4 തവണ വെറുതെ വട്ടം കറങ്ങി. പിന്നാലെ വന്ന വണ്ടിയും അതേപോലെ 4 തവണ കറങ്ങി. അയാൾ കാർ നിർത്തി പുറത്തിറങ്ങി ആ BMW അരികിലേക്ക് നടന്നു. അതിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഇയാളെ കാണാത്ത പോലെ ഇരുന്നു. ചിരിച്ചുകൊണ്ട് അയാൾ അവരോടൊപ്പം ഒരു സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്തു. എൻ്റെ പുതിയ സുഹൃത്തുക്കൾക്ക് നാണമാണെന്ന് തോന്നുന്നു. പക്ഷേ കളി കൈവിട്ടുപോയിരുന്നു. 2014 ഏപ്രിൽ 1 ഓഫീസിലെത്തിയ ദുറോവിൻ്റെ കീ കാർഡ് ബ്ലോക്ക് ചെയ്യപ്പെട്ടു. അയാൾ 14ാം നിലയിലേക്ക് പോയി. അവിടെ അയാളുടെ കസേരയിൽ മറ്റൊരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. യുവാൻ ടാവ്രിൻ, VKയുടെ പുതിയ യജമാനൻ. ടാവ്രിൻ പറഞ്ഞു, നത്തിങ് പേഴ്സണൽ പവേൽ. FSBയെ വെല്ലുവിളിച്ചപ്പോൾ തന്നെ നിനക്കിത് അറിയാമായിരുന്നു. 12% ഓഹരികൾക്ക് $300 മില്യൺ തരാം. ഇവിടെ ഒപ്പിടുക, നിശബ്ദനായി അപ്രത്യക്ഷനാവുക, അല്ലെങ്കിൽ നികുതി വെട്ടിപ്പിനും തീവ്രവാദത്തിനും കേസുകൾ വരും. ദുറോവ് ടാവ്രിനെ നോക്കി ആ പേന എടുത്ത് ഒപ്പിട്ടു. എന്നിട്ട് എന്നേക്കുമായി ഇറങ്ങിപ്പോയി. ടാവ്രിൻ ചിരിച്ചു. അയാൾ കരുതിയത് ദുറോവ് തോറ്റു എന്നാണ്. പക്ഷേ ദുറോവ് മാസങ്ങൾക്ക് മുമ്പേ ഇതിനായി തയ്യാറെടുത്തിരുന്നു എന്ന് അയാൾ അറിഞ്ഞില്ല. അയാളുടെ വിശ്വസ്തരായ 12 ഡെവലപ്പർമാർ തലേ ദിവസം തന്നെ രാജിവെച്ചിരുന്നു. അവരുടെ ലാപ്ടോപ്പുകൾ ഇതിനകം സൈപ്രസിലെത്തിയിരുന്നു. ടെലിഗ്രാം എന്ന പുതിയ ആയുധം തയ്യാറായിരുന്നു. ന്യൂയോർക്കിലെ ബഫലോയിലുള്ള ഒരു വാടക വീട്ടിലേക്കാണ് അവർ പോയത്. അവിടെ ആഡംബരങ്ങളില്ല, കസേരകളില്ല, മടക്കി വയ്ക്കാവുന്ന കുറച്ച് മേശകൾ മാത്രം. ചുമരുകൾ നിറയെ എൻക്രിപ്ഷൻ കോഡുകൾ എഴുതിയ വൈറ്റ് ബോർഡുകൾ. ദിവസം 16 മണിക്കൂർ അവർ കോഡ് ചെയ്തു. 8 മണിക്കൂർ ഉറക്കം, വീണ്ടും കോഡിംഗ്. ഒരൊറ്റ തത്വം മാത്രം: ഗവൺമെൻറ്റുകൾ ശത്രുക്കളാണ്. ലോകം കരുതിയത് റഷ്യയിൽ നിന്ന് നാടുകടത്തപ്പെട്ട ശേഷമാണ് ദുറോവ് ടെലിഗ്രാം ഉണ്ടാക്കിയത് എന്നാണ്. എന്നാൽ അതൊരു തെറ്റിദ്ധാരണയായിരുന്നു. സത്യം അതല്ല. 2009 റഷ്യൻ പോലീസിൻ്റെ ആദ്യത്തെ ഭീഷണി കോൾ വന്ന അന്ന് രാത്രി തന്നെ ദുറോവ് തൻ്റെ പ്ലാൻ B ആരംഭിച്ചിരുന്നു. നീണ്ട 5 വർഷത്തെ അതീവ രഹസ്യമായ കോഡിംഗ്. അവർക്ക് റെയ്ഡ് ചെയ്യാൻ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് ഇല്ല, തട്ടി വിളിക്കാൻ ഒരു വാതിലില്ല. അത് വായുവിലൂടെ സഞ്ചരിക്കുന്ന ഒരു പ്രേതത്തെ പോലെയായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്ന ആ നിമിഷം നിങ്ങൾ അയച്ച ഓരോ സന്ദേശവും അത് ലഭിച്ചവരുടെ ഫോണുകളിൽ നിന്ന് പോലും എന്നേക്കുമായി മായ്ക്കപ്പെടും. ടെലിഗ്രാമിലെ എൻക്രിപ്ഷൻ തകർക്കാൻ അമേരിക്കൻ ഏജൻസിയായ NSA ശ്രമിച്ചാൽ പോലും 10,000 വർഷം വേണ്ടിവരും. ആപ്പിൾ കമ്പനി ബാക്ക്ഡോർ ആക്സസ് ചോദിച്ചപ്പോൾ ദുറോവ് പറഞ്ഞത് 2 വാക്കുകളാണ്: ഒരിക്കലുമില്ല, അബ്സല്യൂട്ട്ലി നോട്ട്. 2014 ഓഗസ്റ്റിൽ ടെലിഗ്രാം ലോഞ്ച് ചെയ്തു. വാട്സാപ്പിൽ സ്റ്റിക്കറുകൾ ഉള്ളപ്പോൾ ടെലിഗ്രാമിൽ എൻക്രിപ്ഷൻ ഉണ്ടായിരുന്നു. ഹോങ്കോങ്ങിലെ പ്രക്ഷോഭകാരികളും ഇറാനിലെ ആക്ടിവിസ്റ്റുകളും ഒടുവിൽ ISIS ഭീകരർ വരെ അത് ഉപയോഗിക്കാൻ തുടങ്ങി.
അത് ദുറോവിനെ വേട്ടയാടുന്ന ഒരു സത്യമായി മാറി. ലോകം മുഴുവൻ അയാളെ കുറ്റപ്പെടുത്തി. തീവ്രവാദികൾ നിങ്ങളുടെ ആപ്പ് ഉപയോഗിക്കുന്നു എന്ന് അവർ അലറി. പക്ഷേ ദുറോവ് തൻ്റെ തത്വങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തില്ല. അയാൾക്ക് ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നു: സ്വകാര്യത എന്നത് സമ്പൂർണ്ണമാണ്. പ്രൈവസി ഈസ് അബ്സല്യൂട്ട്. 4 മാസത്തിനുള്ളിൽ 5 കോടി ആളുകൾ ടെലിഗ്രാമിലെത്തി. ലോകത്തിലെ എല്ലാ സർക്കാരുകളും ഒരേ ചോദ്യം ചോദിച്ചു: നമുക്ക് ഇവനെ എങ്ങനെ തടയാം? ആദ്യം ശ്രമിച്ചത് റഷ്യയാണ്. 2018 മോസ്കോ കോടതി ടെലിഗ്രാമിനെ നിരോധിക്കാൻ ഉത്തരവിട്ടു. 18 മിനിറ്റ് കൊണ്ടാണ് ജഡ്ജി വിധി പ്രസ്താവിച്ചത്. ദുബായിലിരുന്ന് ദുറോവ് മറുപടി നൽകി: സ്വകാര്യത വിൽപ്പനയ്ക്കുള്ളതല്ല. റഷ്യൻ സെൻസർഷിപ്പ് ഏജൻസി 15.8 ദശലക്ഷം IP അഡ്രസ്സുകൾ ബ്ലോക്ക് ചെയ്തു. 15 ദശലക്ഷം. റഷ്യയിലെ ആമസോൺ ക്രാഷായി. ഗൂഗിൾ പണിമുടക്കി. ബാങ്കിംഗ് സംവിധാനങ്ങൾ തകർന്നു. ഒരു ആപ്പിനെ തടയാൻ ശ്രമിച്ച് റഷ്യ സ്വന്തം ഇൻ്റർനെറ്റ് തകർത്തു. പക്ഷേ ടെലിഗ്രാം മാത്രം വർക്ക് ചെയ്തു. ദുറോവ് വർഷങ്ങളായി പ്ലാൻ ചെയ്ത ഡൊമെയിൻ ഫ്രണ്ടിംഗ് അവിടെ പ്രവർത്തിച്ചു. ഒരു IP ബ്ലോക്ക് ചെയ്യുമ്പോൾ ടെലിഗ്രാം അടുത്തതിലേക്ക് മാറും. ടെന്നീസ് റാക്കറ്റ് കൊണ്ട് വെള്ളം തടയാൻ നോക്കുന്നത് പോലെയായിരുന്നു റഷ്യയുടെ അവസ്ഥ. മോസ്കോയിലെ തെരുവുകളിൽ 5000 പേർ പേപ്പർ വിമാനങ്ങൾ പറത്തി പ്രതിഷേധിച്ചു. എൻ്റെ കൊച്ചുമകനാണ് എനിക്ക് ടെലിഗ്രാം പഠിപ്പിച്ചു തന്നത്. സർക്കാരിന് അത് തടയാൻ കഴിയില്ല എന്ന പ്ലക്കാർഡ് പിടിച്ച വയോധികയായ സ്ത്രീ അവിടെയുണ്ടായിരുന്നു. ദുബായിൽ നിന്ന് ഇത് കണ്ടുനിന്ന ദുറോവ് പോസ്റ്റ് ചെയ്തു: പേപ്പർ വിമാനങ്ങൾക്ക് നന്ദി. ദയവായി അവ പെറുക്കി മാറ്റി മോസ്കോ വൃത്തിയായി സൂക്ഷിക്കുക. TV ചാനലുകളിൽ ടെലിഗ്രാം നിരോധനത്തെക്കുറിച്ച് വാർത്ത വായിക്കുമ്പോൾ സ്ക്രീനിൽ കാണിച്ചത് എങ്ങനെ VPN ഉപയോഗിച്ച് ടെലിഗ്രാം ഉപയോഗിക്കാം എന്നതായിരുന്നു. ആ നിരോധനം പ്രഖ്യാപിച്ച ദിവസം സംഭവിച്ചത് വിപരീത ഫലമായിരുന്നു. അന്ന് മാത്രം ടെലിഗ്രാമിൻ്റെ ഉപയോഗം 40% വർദ്ധിച്ചു. നിരോധിക്കും തോറും ജനങ്ങൾക്കിടയിൽ ടെലിഗ്രാം കൂടുതൽ പ്രിയപ്പെട്ടതായി. ഗവൺമെൻറ് വല്ലാതെ നാണം കിട്ടു. ഒടുവിൽ 2020 നിരോധനം നീക്കാൻ റഷ്യ നിർബന്ധിതരായി. ദുറോവ് പുടിനെ സ്വന്തം മണ്ണിൽ തോൽപ്പിച്ചു. റഷ്യയെ തോൽപ്പിച്ചത് വെറുമൊരു റിഹേഴ്സൽ മാത്രമായിരുന്നു. ഇറാൻ ടെലിഗ്രാം ബ്ലോക്ക് ചെയ്തപ്പോൾ ദുറോവ് വെറുതെ ഇരുന്നില്ല. അവിടുത്തെ ജനങ്ങൾക്ക് സെൻസർഷിപ്പ് മറികടക്കാൻ വേണ്ടി മാത്രം $10 മില്യൺ അയാൾ പ്രോക്സി സെർവറുകൾക്കായി ചെലവാക്കിയത്. ജർമ്മനി ഭീഷണിപ്പെടുത്തി: തീവ്രവാദ ഗ്രൂപ്പുകളെ നീക്കം ചെയ്തില്ലെങ്കിൽ നിങ്ങളെ നിരോധിക്കും. ദുറോവ് വഴങ്ങിയില്ല. കൊലപാതകത്തിന് ആഹ്വാനം ചെയ്ത 12 ചാനലുകൾ മാത്രം അയാൾ നീക്കം ചെയ്തു. ബാക്കി വന്ന 2 ലക്ഷം ആവശ്യങ്ങളെ അയാൾ ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞു. ചൈന, ബ്രസീൽ, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ എല്ലാവരും തങ്ങളുടെ ആവനാഴിയിലെ അവസാന അമ്പും എടുത്തു പ്രയോഗിച്ചു. പക്ഷേ എല്ലാവരും പരാജയപ്പെട്ടു. ഭരണകൂടങ്ങൾ എത്രത്തോളം അടിച്ചമർത്തുന്നുവോ അത്രത്തോളം വേഗത്തിൽ ടെലിഗ്രാം വളരുമെന്ന് ദുറോവ് തിരിച്ചറിഞ്ഞു. പക്ഷേ വിജയത്തിന് വലിയൊരു വില നൽകേണ്ടി വന്നു. ദുറോവിന് സ്വന്തം നാട്ടിലേക്ക് പോകാൻ കഴിയില്ല. ഒരിടത്തും 6 മാസത്തിൽ കൂടുതൽ നിൽക്കാൻ കഴിയില്ല. പ്രൈവറ്റ് ജെറ്റുകളും പഞ്ചനക്ഷത്ര ഹോട്ടലുകളും ഉണ്ടെങ്കിലും അയാൾക്ക് സ്വന്തമായി ഒരു വീടില്ല. ഒരു ദിവസം താൻ അപ്രത്യക്ഷനായേക്കാം എന്നറിയാവുന്നതുകൊണ്ട് പ്രണയബന്ധങ്ങൾ പോലും അയാൾക്ക് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. ഫ്രഞ്ച് ഇൻ്റലിജൻസിന് അറിയാം അയാൾ ഇന്ന് രാവിലെ എന്താണ് കഴിച്ചതെന്ന്. റഷ്യൻ FSB അയാളുടെ ഓരോ വിമാനയാത്രകളും നിഴൽ പോലെ പിന്തുടരുന്നു. CIA ആകട്ടെ ടെലിഗ്രാമിനെ നിരീക്ഷിക്കാൻ മാത്രമായി ഒരു പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. അയാൾക്ക് 5 പാസ്പോർട്ടുകളുണ്ട്. പക്ഷേ അയാൾ എവിടെയും ഉള്ളവനല്ല. 2024 മാർച്ച് പാവൽ ദുറോവ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പിഴവ് വരുത്തുന്നു. തൻ്റെ ഫ്രഞ്ച് പാസ്പോർട്ട് തനിക്ക് സംരക്ഷണം നൽകുമെന്ന് വിശ്വസിച്ച് അയാൾ പാരീസിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നു. പക്ഷേ അയാൾക്ക് തെറ്റി. ഫ്രഞ്ച് പ്രോസിക്യൂട്ടർമാർ കഴിഞ്ഞ 2 വർഷമായി അയാൾക്കെതിരെ അതീവ രഹസ്യമായി കരുക്കൾ നീക്കുകയായിരുന്നു. പാവൽ ദുറോവിനെ പോലെയുള്ള ഒരാളെപ്പോലും തങ്ങളുടെ അധികാരത്തിന് മുന്നിൽ മുട്ടുകുത്തിക്കാൻ കഴിയുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഓഗസ്റ്റ് 24 രാത്രി 8:47 പാരീസിലെ ലെ ബൂഷെ വിമാനത്താവളം. ദുറോവിൻ്റെ ഗൾഫ് സ്ട്രീം വിമാനം മേഘങ്ങൾക്കിടയിലൂടെ താഴേക്ക് പതിയെ ഇറങ്ങുകയാണ്. റൺവേയിൽ 3 കറുത്ത വാനുകളിലായി ഫ്രഞ്ച് സ്പെഷ്യൽ പോലീസ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ദുബായിൽ നിന്ന് പുറപ്പെട്ട് ആ വിമാനത്തെ കഴിഞ്ഞ 14 മണിക്കൂറായി അവർ നിരീക്ഷിക്കുകയായിരുന്നു. വിമാനം ലാൻഡ് ചെയ്തു. എഞ്ചിനുകൾ നിശ്ചലമായി. വാതിൽ തുറന്നപ്പോൾ പുറത്തേക്ക് വന്നത് കറുത്ത ടീഷർട്ടും ജീൻസും ധരിച്ച അതേ ദുറോവ്. കഴിഞ്ഞ 15 വർഷമായി ലോകം കാണുന്ന
അതേ വേഷം. അയാൾ വിമാനത്തിൻ്റെ പടികളിറങ്ങി വെറും 3 ചുവടുകൾ വെച്ചതേയുള്ളൂ. പെട്ടെന്നൊരു വിളി വന്നു, മിസ്റ്റർ ദുറോവ്. അയാൾ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും 6 ഉദ്യോഗസ്ഥർ അയാളെ വളഞ്ഞു കഴിഞ്ഞിരുന്നു. നിങ്ങൾ അറസ്റ്റിലാണ്. അവകാശങ്ങൾ വായിച്ചു കേൾപ്പിച്ചില്ല, കുറ്റപത്രം നൽകിയില്ല. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ആപ്പിൻ്റെ സൃഷ്ടാവിനെ വെറുമൊരു സാധാരണ കള്ളനെ പോലെ അവർ വിലങ്ങടിച്ചു. തീവ്രവാദികളെ താമസിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത എലീസി പാലസ് ഡിറ്റൻഷൻ സെൻറ്ററിലായിരുന്നു അടുത്ത 96 മണിക്കൂർ അയാൾ ചിലവഴിച്ചത്. ഇൻവെസ്റ്റിഗേറ്റർമാർ 100 കണക്കിന് ചോദ്യങ്ങൾ ആവർത്തിച്ചു ചോദിച്ചു. എന്തുകൊണ്ട് ഞങ്ങൾക്ക് ബാക്ക്ഡോർ ആക്സസ് നൽകുന്നില്ല? നിങ്ങളുടെ സെർവറുകൾ എവിടെയാണ്? ദുറോവിൻ്റെ മറുപടി ഒന്നായിരുന്നു, സ്വകാര്യത എന്നത് വിട്ടുവീഴ്ചയില്ലാത്ത ഒന്നാണ്. അത് ആർക്ക് നൽകണം ആർക്ക് നൽകണ്ട എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്കാവില്ല. അപ്പോൾ അവിശ്വസനീയമായ ഒരു കാര്യം സംഭവിച്ചു. അയാളെ നാടുകടത്തിയ റഷ്യൻ ഗവൺമെൻറ് തന്നെ അയാളുടെ മോചനത്തിനായി വാദിച്ചു. റഷ്യൻ വിദേശകാര്യ വക്താവ് മരിയ സക്കറോവ, ഒരു കാലത്ത് ദുറോവിനെ ചാരൻ എന്ന് വിളിച്ച സ്ത്രീ, ഇപ്പോൾ അയാളെ രാഷ്ട്രീയ തടവുകാരൻ എന്ന് വിളിച്ചു. റഷ്യൻ ഹാക്കർമാർ ഫ്രഞ്ച് ഗവൺമെൻറ്റിന് പരസ്യമായി മുന്നറിയിപ്പ് നൽകി. ഒരിക്കൽ ദുറോവിനെ വേട്ടയാടി നാടുകടത്തിയ അതേ റഷ്യ തന്നെ ഇപ്പോൾ അയാളുടെ രക്ഷകരായി വേഷം മാറുന്നു. ഇലോൺ മസ്ക് തൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ കുറിച്ചു, കണ്ടോളൂ, ഇത് 2030 യൂറോപ്പാണ്. ഒരു മീം ലൈക്ക് ചെയ്തതിൻ്റെ പേരിൽ നിങ്ങളെ അവർ തൂക്കിലേറ്റുകയാണ്. ലോകം മുഴുവൻ ഈ ഡിജിറ്റൽ യുദ്ധത്തിൽ പക്ഷം പിടിച്ചു. 2024 ഓഗസ്റ്റ് 28 വൈകുന്നേരം 6 മണി 96 മണിക്കൂർ നീണ്ട ജയിൽവാസത്തിനു ശേഷം ഫ്രാൻസ് ദുറോവിനെ വിട്ടയച്ചു. പക്ഷേ ആ സ്വാതന്ത്ര്യത്തിന് വലിയൊരു വിലയുണ്ടായിരുന്നു, 5 മില്യൺ യൂറോ ജാമ്യത്തുക. അയാൾക്ക് രാജ്യം വിടാൻ അനുവാദമില്ല. ആഴ്ചയിൽ 2 തവണ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം. അയാളുടെ കൈവശമുണ്ടായിരുന്ന 5 പാസ്പോർട്ടുകളും ഗവൺമെൻറ് പിടിച്ചെടുത്തു. റഷ്യയിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പലായനം ചെയ്ത മനുഷ്യൻ ഇന്ന് ജനാധിപത്യത്തിൻ്റെ പേരിൽ ഫ്രാൻസിൽ തളച്ചിടപ്പെട്ടിരിക്കുന്നു. കോടതിക്ക് പുറത്തിറങ്ങിയ ദുറോവിനെ കണ്ടവർ അമ്പരന്നു. ആ 4 ദിവസങ്ങൾ അയാളെ 4 വർഷത്തോളം വയസ്സാക്കിയതുപോലെ തോന്നി. പക്ഷേ തൻ്റെ ആദ്യ ടെലിഗ്രാം പോസ്റ്റിലൂടെ അയാൾ പഴയ വീര്യം വീണ്ടെടുത്തു. നിങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദി. ടെലിഗ്രാമിൻ്റെ നയങ്ങളിൽ മാറ്റമില്ല, സ്വകാര്യതയിൽ വിട്ടുവീഴ്ചയില്ല. 1 മണിക്കൂറിനുള്ളിൽ ടെലിഗ്രാമിലേക്ക് ഒഴുകിയത് 12 ദശലക്ഷം പുതിയ ഉപയോക്താക്കളാണ്. ദുറോവിനെ തളയ്ക്കാൻ നോക്കിയ ഫ്രഞ്ച് പ്രോസിക്യൂഷന് വലിയൊരു പിഴവ് പറ്റി. ടെലിഗ്രാമിനെ തകർക്കുന്നതിന് പകരം അവരതിനെ ഒരു പോരാട്ടത്തിൻ്റെ അടയാളമാക്കി മാറ്റി. ഓരോ പുതിയ ഡൗൺലോഡും സർക്കാരുകളുടെ നിരീക്ഷണത്തിന് എതിരെയുള്ള വോട്ടുകളായിരുന്നു. കൃത്യം 1 വർഷത്തിന് ശേഷം 2025 ഓഗസ്റ്റ് 24 ദുറോവ് ആ അറസ്റ്റിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടു. മിനിറ്റുകൾക്കുള്ളിൽ വൈറലായ ആ പോസ്റ്റിൽ അയാൾ പറഞ്ഞു, ഫ്രഞ്ച് പോലീസ് എന്നെ തടവിൽ വെച്ചത് തികച്ചും യുക്തിരഹിതമായാണ്. വിവരങ്ങൾ ചോദിക്കുമ്പോൾ പാലിക്കേണ്ട യൂറോപ്യൻ യൂണിയൻ്റെ സ്വന്തം നിയമങ്ങൾ പോലും അവർ ലംഘിച്ചു. വിരോധാഭാസം എന്ന് പറയട്ടെ, പോലീസിൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ അറസ്റ്റിലായത്. അപ്പോഴും ഓരോ 14 ദിവസത്തിലും അയാൾക്ക് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. അപ്പീൽ നൽകാൻ പോലും അനുവാദമില്ല. ദുറോവ് ഇങ്ങനെ ഉപസംഹരിച്ചു, ഈ അറസ്റ്റ് കൊണ്ടുണ്ടായ ഒരേ ഒരു മാറ്റം ഒരു സ്വതന്ത്ര രാജ്യമെന്ന ഫ്രാൻസിൻ്റെ പ്രതിച്ഛായ ലോകത്തിനു മുന്നിൽ തകർന്നു എന്നത് മാത്രമാണ്. ഇന്ന് ടെലിഗ്രാം 100 കോടി ഉപയോക്താക്കളിലേക്ക് അടുക്കുന്നു. ഉക്രൈനിൽ പട്ടാളക്കാർ ജീവൻ രക്ഷിക്കാൻ ടെലിഗ്രാം വഴി വിവരങ്ങൾ കൈമാറുന്നു. റഷ്യയിൽ ഗവൺമെൻറ് കാണിക്കാത്ത സത്യങ്ങൾ ജനങ്ങൾ ടെലിഗ്രാമിലൂടെ വായിക്കുന്നു. ഇറാനിൽ സ്ത്രീകൾ തങ്ങളുടെ പോരാട്ടങ്ങൾ ഇതിലൂടെ സംഘടിപ്പിക്കുന്നു. 1000 നഗരങ്ങളിൽ 100ഓളം ഭാഷകളിൽ മനുഷ്യർ ഇന്ന് ഭയമില്ലാതെ സംസാരിക്കുന്നു. കാരണം ഒരു പ്രോഗ്രാമർ ഭരണകൂടങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ തയ്യാറായില്ല. ദുറോവ് ഇന്ന് ദുബായിലാണ്. ചിലപ്പോൾ കോടതിയിൽ ഹാജരാകാൻ പാരീസിലെത്തും. മറ്റു ചിലപ്പോൾ അയാൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. സ്വന്തമായി വീടില്ല, ഒരു രാജ്യത്തോടും കൂറില്ല, ഒരു ഗവൺമെൻറ്റിനെയും വിശ്വസിക്കുന്നില്ല. 40-ാം വയസ്സിൽ $11 ബില്യൺ ആസ്തിയുള്ളപ്പോഴും അയാൾ ഒരു പിടികിട്ടാ പുള്ളിയെ പോലെ ജീവിക്കുന്നു. കാരണം അയാൾ ഒരു ഒളിച്ചോട്ടക്കാരനാണ്. നീതിയിൽ നിന്നല്ല, നീതികേടിൽ നിന്ന്. നിയമത്തിൽ നിന്നല്ല, നിയമത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞ അരാജകത്വത്തിൽ നിന്ന്. വെറും 12 പ്രോഗ്രാമർമാരെ കൂട്ടുപിടിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ നിരീക്ഷണ സംവിധാനങ്ങളെ അയാൾ വെല്ലുവിളിച്ചു. കാരണം പാവൽ ദുറോവിന് സ്വകാര്യത എന്നത് ഒരു ആഡംബരമല്ല, അതൊരു മനുഷ്യാവകാശമാണ്. ലോകത്തിലെ എല്ലാ സർക്കാരുകളോടും നോ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമറുടെ കഥയാണിത്. എന്നാൽ മരണം വരെ ആ വാശി കൊണ്ടു നടന്ന മറ്റൊരു മനുഷ്യനുണ്ട്, ജോൺ മക്കഫി. അയാളുടെ കഥ ഇതിലും ഭ്രാന്തമാണ്.